തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കണമെന്ന് കർശന നിർദ്ദേശമുള്ളപ്പോഴും സംസ്ഥാനത്തേക്ക് നിർബാധം ഫ്ലക്സുകൾ എത്തുകയാണ്. കേരളത്തിൽ ഫ്ലക്സ് പ്രിന്റ് ചെയ്യാൻ നിരോധനമുള്ളതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് അതിർത്തി വഴി കാര്യമായി ഫ്ലക്സുകൾ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലക്സ് ബോർഡുകൾ മാത്രമേ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിയിറങ്ങി നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന PVC ഫ്ലക്സ്, കൊറിയൻ ക്ലോത്ത്, പോളിസ്റ്റർ, നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരവ്. റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളിയെത്തിലിൻ, കോട്ടൺ എന്നീ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. ഇവയുടെ പിൻഭാഗം ഒറ്റനോട്ടത്തിൽ നിന്ന് മനസ്സിലാകും. കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാവുക. പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാകും പോവുക. വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. നിയമം പാലിച്ച് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിയമലംഘനം കണ്ടെത്തിയാൽ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബൈലോ പ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത് വഴിയോരത്ത് വെച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. News 18 ഇടുക്കി.